മെറ്റൽ സ്റ്റെയർ കേസ് ചെയ്യുന്ന സമയത്തെ പ്രത്യേകിച്ച് ഇതുപോലുള്ള സിംഗിൾ സ്ട്രിങ് മെറ്റൽ സ്റ്റെയർ കേസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ വേണം. കാരണം നമ്മൾ വീട് പണി ഒരു പ്ലാസ്റ്ററിങ് സ്റ്റേജ്, ഇവിടെ ഇപ്പോൾ പ്ലാസ്റ്ററിങ് സ്റ്റേജാണ്, ഈ സ്റ്റേജിൽ എത്തിയിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളത് ശരി തന്നെ. പക്ഷേ കറക്റ്റ് അതിൻ്റെ ഒരു കൺസൾട്ടേഷൻ നിർബന്ധമായിട്ടും എടുക്കണം. അല്ലാത്ത പക്ഷം ഇവിടെ നമ്മൾ സ്ലാബ് മുകളിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ സ്റ്റെയർ സ്റ്റാർട്ടിങ് നിന്ന് ഈ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ മുകളിൽ നമ്മളെ സ്ലാബ് തലയിൽ തട്ടുന്നൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവമൊക്കെ നമുക്ക് ഫസ്റ്റ് നമ്മളുടെ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞാൽ തന്നെ, തറപ്പണി തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കത് കറക്റ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്തോ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രോബ്ലം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചില ആളുകൾ ഇതുപോലുള്ള ലാൻഡിങ് വരുന്ന സിംഗിളായിട്ട് ഇതുപോലുള്ള വലിയ ലാൻഡിങ്ങുകളൊക്കെ കോൺക്രീറ്റിൽ ചെയ്തു വെക്കാറുണ്ട്. അത്തരത്തിലുള്ള ലാൻഡിങ് ചെയ്തു വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലുള്ള കോസ്റ്റ് കുറച്ച് ഫാബ്രിക്കേറ്റഡ് ലാൻഡിങ് ഒക്കെ ഇതുപോലെ ചെയ്തു വെക്കാം, ചെയ്യാൻ കഴിയും, സ്റ്റെയറിൻ്റെ കൂടെ തന്നെ ചെയ്യാം. പക്ഷേ ചില കസ്റ്റമേഴ്സ് ഇതുപോലെ കോൺക്രീറ്റിൻ്റെ ലാൻഡിങ് ചെയ്ത് വെക്കാറുണ്ട്. അത് ചെയ്ത് വെക്കുന്നത് കൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല, പക്ഷെ കറക്റ്റ് പ്ലാൻ ചെയ്ത് ഹൈറ്റും കാര്യങ്ങളും കറക്റ്റ് പ്ലാൻ ചെയ്ത് ചെയ്യണം. ഇവിടെ നമ്മൾ ടോപ്പിൽ ഫിക്സ് ചെയ്തതേ, സെക്കൻഡ് ഫ്ലൈറ്റിൽ ഇവിടെ സ്ലാബിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് നെറ്റും ബോൾട്ടും സിസ്റ്റമാണ്. ഇനി ടോപ്പിൽ അത് ടൈല് വന്നത് കവറായി പോകും കേട്ടോ. ടൈൽ അതിൻ്റെ മുകളിൽ ഏകദേശം 2 ഇഞ്ചോളം ടൈല് വരുന്നുണ്ട്, അപ്പോൾ അത് കവർ ചെയ്ത് പോകും. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ലാൻഡിങ്ങിനെ കുറിച്ചാണ്. ലാൻഡിങ് നിങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ കറക്റ്റ് ഹൈറ്റും ത്രെഡും വിടുത്തും ഒക്കെ നോക്കി അളവ് കറക്റ്റ് ആക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇത്തരത്തിൽ ഈ സിമ്പിളായിട്ടുള്ളൊരു ഫാബ്രിക്കേറ്റഡ് ലാൻഡിങ് ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ മെറ്റൽ സ്റ്റെയർ കേസ് സിംഗിൾ സ്റ്റെയർ ആണ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ സ്റ്റെയറിൻ്റെ വീതി എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്, 1 മീറ്റർ ആണ് സ്റ്റെപ്പിൻ്റെ വീതി ഉള്ളത്. ലാൻഡിങ് ഫുൾ ലെങ്ത്തിലായിട്ട് കൊടുത്തിട്ടുണ്ട്. വാൾ ടു വാൾ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ഇതൊരു ലിൻഡൽ ഹൈറ്റിലായതുകൊണ്ട് ലിൻഡലിലാണ് സപ്പോർട്ടുകളൊക്കെ പോയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കാം, ഈസി ആയിട്ടും ചുമൽ കൊടുക്കാം. ഇവിടെ നമ്മളെ കട്ട് ചെയ്ത് കളഞ്ഞ കേട്ടോ, ഒരു 8 സെൻറ്റിമീറ്റർ ഈ ഒരു വീതി, 100 സെൻറ്റിമീറ്റർ വീതിയിൽ 8 സെൻറ്റിമീറ്റർ ഇവിടെ സ്ലാബ് ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മളല്ല, ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ക്ലയൻറ്റ് കട്ട് ചെയ്യിപ്പിച്ചതാണ്. ഈ ഭാഗത്ത് ഏകദേശം 40 സെൻറ്റിമീറ്ററോളം ഇവിടെ കട്ട് ചെയ്ത് ത്രൂ ഔട്ടായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് ഇത് കട്ട് ചെയ്യുന്ന, നിങ്ങൾ ഇത്തരത്തിലുള്ള കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡ്രിൽ കട്ടിങ്ങിൽ ചെയ്യരുത്, ഡയറക്റ്റ് കോൺക്രീറ്റ് കോർ കട്ടിങ് ചെയ്യണം. അപ്പോഴാണ് ഇത്തരത്തിൽ ഫിനിഷിങ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇവിടെ ഒരു 8 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് കളഞ്ഞത് ഈ ഒരു ത്രെഡ് സപ്പോർട്ട് നമ്മൾ ചവിട്ടുന്ന ഭാഗം കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മിനിമം 25 സെൻറ്റിമീറ്റർ എങ്കിലും നമുക്ക് ത്രെഡ് കിട്ടണം. അതുകൊണ്ടാണ് ഇവിടെ കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നത്. ആ ഒരു ഭാഗം ത്രൂ ഔട്ട് കട്ട് ചെയ്തത് അവിടുത്തെ ഹൈറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. അവിടെ സാധാരണ നമ്മൾ സ്റ്റെയർ ചെയ്യുന്ന സമയത്ത് അവിടുന്ന് കയറി വരുന്ന സമയത്ത് നമ്മളെ തലയിടിക്കുന്നൊരു പ്രോബ്ലം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്ലാബ് അത്തരത്തിൽ കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ഈ ഒരു അളവിലാണ് കട്ട് ചെയ്ത് കളഞ്ഞത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ മുൻപുണ്ടായിരുന്ന സ്ലാബ് ആണെങ്കിൽ തലയിടിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഏകദേശം 3, 4, 5, 6, 7, 8 ഇത്രയും 8ാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുമ്പോഴേ നമ്മൾ തല കറക്റ്റ് ഇടിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞത്. ഇപ്പോൾ നമുക്ക് പ്രോബ്ലം ഇല്ല, ഏകദേശം 40-44 സെൻറ്റിമീറ്ററോളം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ കൺസൾട്ട് ചെയ്ത് പോയി മാർക്ക് ചെയ്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലയൻറ്റ് കട്ട് ചെയ്യിപ്പിച്ചതാണ് പിന്നീട്. അപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ ഇതുപോലുള്ള കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടില്ലെങ്കിലും പ്രോബ്ലം ഇല്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടേഷൻ ഞങ്ങൾ തരും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യുക. ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടേഷൻ ഞങ്ങൾ ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഒരു 8 സെൻറ്റിമീറ്ററും ഇതൊരു 44 സെൻറ്റിമീറ്ററും ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു മണി വേസ്റ്റാണ്, നമ്മൾ പൈസ ഒരുപാട് വേസ്റ്റ് ആവും എന്നുള്ളതാണ്. പിന്നീട് ചെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റെ കട്ടിങ്ങിൻ്റെ ചാർജ് കാര്യങ്ങളൊക്കെ വേസ്റ്റാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഈ സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരാം. ഇനി ഇതിന് നമ്മൾ സിംഗിൾ സ്ട്രിങ് ആണ് കൊടുത്തത്. 5x5 സ്ക്വയർ ട്യൂബാണ്, ടാറ്റേൻ്റെ ട്യൂബാണ് നമ്മളിവിടെ, ടാറ്റ MS-ൻ്റെ ട്യൂബാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഈ സ്പാൻ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ തിക്നെസ്സിൽ കൊടുക്കണം. ഇവിടെ 10 mm ലേസർ കട്ടിങ് പ്ലേറ്റ് ആണ് നമ്മൾ സ്റ്റെപ്പിന് വെച്ചിരിക്കുന്നത്. 10 mm MS-ൻ്റെ ലേസർ കട്ടിങ് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം ഈ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. എത്തരത്തിലുള്ള ഫിനിഷിങ് നിങ്ങൾക്ക് ലേസർ കട്ടിങ്ങിൽ മാത്രമേ കിട്ടുള്ളൂ. അതുപോലെ നമ്മൾ ഇതിൻ്റെ മുകളിൽ വുഡ് വെക്കുമ്പോൾ ഈ ഹോള് കണ്ടില്ലേ, 8 ഹോൾ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ 4 ഈ സൈഡിൽ 4 ആയിട്ട്, അതായത് ഈ ഒരു സൈഡിൽ 4 ഹോള് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു സൈഡിൽ 4 ഹോള്. 8 ഒന്നും ഇല്ലെങ്കിലും ഒരു 6 ഹോളെങ്കിലും നിർബന്ധമായിട്ട് കൊടുക്കണം എന്നുള്ളതാണ്.
ഹോള് 5mm ഹോള് ലേസർ കട്ടിങ്ങിൽ തന്നെ ഹോള് ചെയ്യിപ്പിച്ച് അതിൽ കൗണ്ടർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കൗണ്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി വുഡിലോട്ട് സ്ക്രൂ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് വുഡ് സ്ക്രൂ ആ പ്ലേറ്റിൽ ലെവലായിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൗണ്ടറിങ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രൂ കറക്റ്റ് ലെവലിൽ നിൽക്കും. ഇനി ഇതിൽ വുഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള 1.25 ഇഞ്ചിൻ്റെ തിക്നെസ്സിൽ വരുന്ന വുഡാണ്. ടോപ്പിൽ മാത്രമാണ് വുഡ് വെച്ചിരിക്കുന്നത്. വുഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ക്ലയൻറ്റിന് മെയിൻ ആയിട്ടുള്ളൊരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഈ ലാൻഡിങ് ഇല്ലേ, ഈ ലാൻഡിങ് ഇവിടെ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരൊറ്റ ലാൻഡിങ് വേണമെന്നുള്ളത് ക്ലയൻറ്റിന് നിർബന്ധം ഉണ്ടായിരുന്നു. ഈ ലാൻഡിങ്ങിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 5ക്ക് 2.5 സെക്ഷനാണ്. 5 ഇഞ്ചിലേക്ക് 2.5 ഇഞ്ച് വീതി വരുന്ന റെക്റ്റാങ്കിൾ MS-ൻ്റെ ട്യൂബാണ് ഇവിടെ ലാൻഡിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇവിടെ പിന്നെ 2ക്ക് 1ൻ്റെ സെക്ഷനും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫാബ്രിക്കേറ്റഡ് ലാൻഡിങ് കേട്ടോ. ഇതിനകത്ത് മുകളിൽ വുഡ് വന്നു കഴിഞ്ഞാൽ നല്ല സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ ഈ ലാൻഡിങ്ങിൻ്റെ ഫുൾ സപ്പോർട്ട് ചുമരിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട്. MS-ൻ്റെ പ്ലേറ്റ് വെച്ച് അതിൻ്റെ നെട്ടും ബോൾട്ടും കംപ്ലീറ്റ് പ്ലാസ്റ്ററിങ്ങിൽ കവർ ചെയ്ത് പോകുന്നുള്ളതാണ്. തേപ്പിൽ അത് ഫുള്ള് കവറായി പോയിക്കോളും. അപ്പോൾ ഈ പ്ലാസ്റ്ററിങ് വർക്കിൻ്റെ മുമ്പായിട്ട് നിങ്ങൾക്ക് സ്റ്റെയർ കേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. പ്ലാസ്റ്ററിങ്ങിൻ്റെ മുമ്പായിട്ട് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ഫ്ലോറിങ്ങിൻ്റെ മുമ്പ് ഈ ഒരു വർക്ക് തീർക്കണം കേട്ടോ, സ്ട്രക്ചർ വർക്ക് തീർക്കണം. അപ്പോൾ ഇവിടുത്തെ ക്ലയൻറ്റിൻ്റെ മെയിൻ കൺസേൺ ഇതായിരുന്നു. ഈ ഒരു ലാൻഡിങ്, ഈ ഒരു ഇവിടെ സ്ലൈഡിങ് വിൻഡോ വരുന്നുണ്ട്, ഇതിൻ്റെ ഹൈറ്റ് കണ്ടില്ലേ, ഈ ഹൈറ്റിൻ്റെ മുകളിലോട്ട് ഈ ലാൻഡിങ് നിൽക്കണം എന്നുള്ളതായിരുന്നു ക്ലയൻറ്റിൻ്റെ മെയിൻ കൺസേൺ. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമുക്ക് സ്റ്റെയർ ഇത്രയും ഈ ഒരു സ്ലാബ് ഇത്രയും കട്ട് ചെയ്യേണ്ടിയും കൂടി ആവശ്യം വന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് കുറച്ച് ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ സ്ലാബിൽ തലയടിക്കാതെ പോവായിരുന്നു. പക്ഷെ നമുക്ക് ഈ ലാൻഡിങ്ങിൻ്റെ മുകളിലോട്ട് ഈ ഒരു